വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിച്ച് UDF 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. അതേസമയം സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും വരെ മുന്നേറ്റം നടത്താനാവാതെ M സ്വരാജ് കീഴടങ്ങി. കഴിഞ്ഞ തവണത്തേക്കാൾ 14,852 വോട്ടിൻ്റെ കുറവാണ് LDFിനുണ്ടായത്. UDFിന് 790 വോട്ട് കുറഞ്ഞപ്പോൾ NDAക്ക് വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നിലമ്പൂരിൽ വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് ആണ് നടന്നത്. വാശിയേറിയ മത്സരത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ UDFിൻ്റെയും LDFിൻ്റെയും വോട്ടുകളിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു. അതേസമയം NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതം, വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അല്പം മുമ്പ് വാർത്താസമ്മേളനം നടത്തിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് വളരെ വ്യക്തമായ ഒരു കാര്യം അവതരിപ്പിക്കുകയുണ്ടായി. അതായത് നിലമ്പൂരിൽ BJP NDA മുന്നോട്ട് വെച്ചത് വികസന രാഷ്ട്രീയമാണ്. ആ വികസന രാഷ്ട്രീയം നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 2021 കൂടുതൽ വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക്, NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എന്ന്. അതേസമയം നമുക്കറിയാം, ഇടതുമുന്നണിയും അതുപോലെ UDFും വർഗീയ കൂട്ടുകെട്ട് അത് പരസ്യമായി ഇടതുമുന്നണി PDPയുടെ വോട്ട് തേടി, പിന്തുണ തേടി, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി പരസ്യമായിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാഭാവികമായി നിലമ്പൂരിലേത് UDFിൻ്റെ വിജയം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയം എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും അനിൽ നമ്പ്യാർ, നമുക്കറിയാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആ സമയം മുതൽ തന്നെ കൃത്യമായി തന്നെ മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ പ്രാമുഖ്യം നൽകിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് നമുക്ക് ഉടനീളം കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം, നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. മലയോര മേഖല ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. മലയോര മേഖലയിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വന്യമൃഗശല്യം അതിരൂക്ഷമായ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് ആണ് പ്രധാനമായും വലത് സ്ഥാനാർത്ഥി നേതൃത്വം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PDP, നമുക്കറിയാം, അബ്ദുൽ നാസർ മദീനിയാണ് PDPയുടെ ചെയർമാൻ. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസ്, അതോടൊപ്പം തന്നെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് അടക്കമുള്ള ഭീകരവാദ ബന്ധമുള്ള നിരവധി കേസുകളിൽ പ്രതിയായ അബ്ദുൽ നാസർ മദനി ചെയർമാനായ PDP അവരെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഇടത് ഇവിടെ പൂർണ്ണമായും പ്രചാരണം നടത്തിയിരുന്നത്. ഇത്തരത്തിൽ കൃത്യമായി തന്നെ നിലമ്പൂരിൻ്റെ വിഷയങ്ങൾ പറയാതെ, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാതെയുള്ള ഒരു പ്രചാരണമാണ് ഇടത് വലത് മുന്നണികൾ ഇവിടെ നടത്തിയിരുന്നത്. പക്ഷേ അതിന് മറുപടിയായി, അല്ലെങ്കിൽ അതിന് ബദലായി തന്നെ കൃത്യമായി നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയം മുൻനിർത്തിയുമുള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള കൃത്യമായൊരു ഫലം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം നമുക്കറിയാം, മറ്റ് ഇടത് സ്ഥാനാർത്ഥിക്ക് ഇവിടെ 15,000-ഓളം വോട്ടുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറഞ്ഞത്. അതോടൊപ്പം തന്നെ വലത് സ്ഥാനാർത്ഥിക്ക് ഏകദേശം 800-നടുത്ത് വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. അത് ഈ മത്സരം കടുത്ത ഒരു മത്സരം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് PV അൻവറും ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു. ഏകദേശം 20,000-അടുത്ത് വോട്ടുകൾ PV അൻവറും പിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കടുത്ത ഒരു മത്സരം നിലനിന്നിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ NDA മികച്ച ഒരു പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ NDAക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ NDA സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജും ചേരുന്നുണ്ട്. ഇത്തവണത്തെ ഒരു റിസൾട്ടിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ BJPക്ക് വോട്ട് കൂടി. നമ്മുടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്ലാറ്റേൺ നോക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ BJPക്ക് വോട്ട് കുറയുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വോട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റി. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ, പ്രതികൂല സാഹചര്യത്തിനുള്ളിൽ നമുക്ക് വളരെ നല്ല ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. ഇത് വർഗീയ ശക്തികളുടെ വിജയമാണ്. കാരണം
വലതുപക്ഷം അവർ ജമാഅത്തെ ഇസ്ലാമായി കൂടിയാണ് ഇത്രയും വോട്ട് സംഘടിപ്പിച്ചത്. ഇടതുപക്ഷവും അവരുമായി കൂട്ടിയിരുന്നു. നമുക്കൊരു നല്ല വിജയമാണ്. നമ്മൾ വികസനമാണ് പറഞ്ഞത്. ആ വികസനത്തിന് വേണ്ടി ആളുകൾ കാതോർത്തു. ഇതൊരു ബേസ് വോട്ടായി നമ്മൾ കാണുകയാണ്. സാധാരണ ഇപ്പോൾ 11,000-ൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വോട്ട് കുറവാണ് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 15,000-ഓളം വോട്ടിൻ്റെ കുറവ് LDF-നും ഉണ്ട്. പക്ഷേ NDAക്ക് മാത്രമാണ്, BJP സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് ഇവിടെ വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്. അത് BJPയുടെ വളർച്ചയുടെ സൂചനയാണ്. BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള പാർട്ടികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ അവരുടെ വോട്ട് കുറഞ്ഞിരിക്കുന്നത്. BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. BJP ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ പ്രതികൂല സാഹചര്യത്തിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇത്രയും മുന്നേറുവാൻ നമുക്ക് സാധിച്ചു. അത് വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. ഈ മേഖലയിൽ പാർട്ടിയുടെ വളർച്ചയുടെ ഒരു തുടക്കമായി ഇതിനെ കാണേണ്ടതാണ്. NDA ഇവിടെ അവതരിപ്പിച്ച ഈ വികസന കാഴ്ചപ്പാട് അത് ജനങ്ങൾ അംഗീകരിച്ചു, അങ്ങനെയാണോ? ജനങ്ങൾ കുറേ അംഗീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വോട്ടുകൾ എന്തായാലും നിലനിർത്താനും കുറച്ച് കൂടുതൽ പിടിക്കാനും കഴിഞ്ഞത്. ജനങ്ങൾ ആ ഒരു നയങ്ങളോട് ജനങ്ങൾ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. നേരത്തെ മലയോര മേഖലയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ഇനിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തനായ ഒരു പ്രവർത്തന നിലയിൽ ഇനിയും ആ രീതിയിൽ മുന്നോട്ട് പോകും. നമ്മുടെ നേതാക്കന്മാരെ ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യും. രാജീവ് ചന്ദ്രശേഖർജിയോട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വലിയ ആളാണ്. അദ്ദേഹത്തെ ഒക്കെ ബന്ധപ്പെട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യും. യാതൊരു സംശയവുമില്ല. തീർച്ചയായും അനിൽ നമ്പർ ഇതുതന്നെയാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. അതായത് ഇത്തവണ NDAയുടെ അടിത്തറ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത്തവണ കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2011-ൽ 4,500-ന് അടുത്ത് വോട്ടായിരുന്നു 2011-ൽ ലഭിച്ചത്. അതിനുശേഷം ഘട്ടം ഘട്ടമായി NDAക്ക് വോട്ടുകൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 8,500-നടുത്ത് വോട്ടുകളാണ് ഉണ്ടായത്. ഇത്തവണ 8,648 വോട്ടുകൾ NDAക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ